ഗ്രാമങ്ങളിലെ അവസ്ഥ കണ്ട് ഞെട്ടിയ ദിവസമാണ്. ഗ്രാമങ്ങളെല്ലാം തന്നെ ടൗണിലും ഉഷാറായിട്ടുണ്ട്. ബിൽഡിങ്ങുകളെല്ലാം തന്നെ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പ്രദേശം ബംഗളൂർ പാളയം എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടങ്ങളിൽ കൂടുതലായും കണ്ടുവരുന്ന കൃഷി മാമ്പഴ കൃഷിയാണ്. ബംഗളൂർ പാളയം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തിന്റെ ഉൾഗ്രാമങ്ങൾ തേടിയിട്ടുള്ള യാത്രയാണ്. മനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ഷീര കർഷകരെയും ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. വൃത്തിയുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. ഇവിടങ്ങളിൽ മെയിനായിട്ട് കൃഷിയാണ് കണ്ടുവരുന്നത്. കൃഷിയുടെ ആ ഒരു മണവും രുചിയുമെല്ലാം ഇവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാമ്പഴ തോട്ടങ്ങളിലെല്ലാം തന്നെ പൂവിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ മാമ്പഴ തൈകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാം തന്നെ ഒന്ന് പിടിച്ച് കുലുക്കി കഴിഞ്ഞാൽ താഴേക്ക് വരും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഏപ്രിൽ മാസമാണ് ഇവിടെ മാമ്പഴക്കാലം ആരംഭിക്കുക. മാമ്പഴത്തിന് വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു മാർക്കറ്റൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അടാറ് മാർക്കറ്റ് മുന്നേ നമ്മൾ കണ്ടതാണ്. മാമ്പഴ തോപ്പുകളൊക്കെ തന്നെ ഇളക്കി മറിച്ചിട്ടിട്ടുണ്ട്. അടിഭാഗമെല്ലാം തന്നെ വളരെയധികം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. വേറിട്ട് നിൽക്കുന്ന വീടുകളൊക്കെ തന്നെ ഈ റൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടൗണിൽ നിന്നും ഏകദേശം 15 കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലാണ് ബംഗളൂർ പാളയം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇതിനോട് അനുബന്ധിച്ചിട്ടാണ് പളമിനീർ എന്ന് പറയുന്ന പ്രദേശവും നമുക്ക് കാണാൻ സാധിക്കുക. ഈ രണ്ട് പ്രദേശവും മാമ്പഴത്തോപ്പിനും തക്കാളി മാർക്കറ്റിനും പേര് കേട്ട സ്ഥലമാണ്. മാമ്പഴ മാർക്കറ്റ് സീസണിൽ മാത്രം പ്രവർത്തിക്കുന്നത് ബംഗളൂർ പാളയം എന്ന് പറയുന്ന പ്രദേശത്തും തക്കാളി മാർക്കറ്റ് പളമിനീർ എന്ന് പറയുന്ന പ്രദേശത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഔട്ട് ഓഫ് സീസണിൽ 35 ടണ്ണോളം തക്കാളി പളമിനീർ എന്ന് പറയുന്ന മാർക്കറ്റിൽ നിന്നും കയറ്റിവിടുന്നുണ്ട്. സീസൺ ആണ് എങ്കിൽ 100 ടണ്ണോളം തക്കാളിയും ഇവിടെ നിന്നും കയറ്റിവിടാറുണ്ട് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഔട്ട് ഓഫ് സീസൺ ആയ ബംഗളൂർ പാളയം മാംഗോ മാർക്കറ്റിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെങ്ങളിൽ വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ചുറ്റുപാടും തെങ്ങിൻ തൈകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. തേങ്ങ വെളുപ്പിക്കുന്ന കർഷകരെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഉള്ളിലേക്ക് ഇതുപോലൊരു വഴി കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ഉപയോഗിക്കുന്ന രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഗ്രാമീണ ഉൾവഴികളായിരിക്കാം. കൊള്ളാം, ശൂന്യമായ ഏരിയകളാണ് കൂടുതലും ഈ റൂട്ടിൽ കണ്ടുവരുന്നത്. വേറിട്ട് നിൽക്കുന്ന വീടുകളാണ് കാണുന്നത്. ഇവിടെ നോക്കിയാലും മാവിൻ തൈകൾ പൂത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ റൂട്ടിൽ കാണാൻ സാധിക്കുന്നത്. രാവിലെ അലക്കിയ ഡ്രസ്സുകളൊക്കെ തന്നെ ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. വൈകിട്ടാവുമ്പോഴത്തേക്കും ഇത് ഉണങ്ങി കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വിൽക്കാനും അലക്കുന്നതിനും പെട്രോൾ ബങ്കുകളാണ് ഉപയോഗിക്കാറ്. പിന്നെ നമ്മുടെ വണ്ടിയിൽ ഏകദേശം 80 ലിറ്ററോളം വെള്ളവും നമ്മൾ സംഭരിച്ചു വെക്കാറുണ്ട്. പെട്രോൾ ബങ്ക് കിട്ടിയില്ല എങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നിർത്തിയിടും. പിന്നീട് കുളിയും തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടാണ് യാത്ര ആരംഭിക്കാറ്. സ്റ്റാർട്ടിങ്ങിലായി ഈ റോഡ് റബ്ബറൈസറിങ് പോലെ രണ്ട് സൈഡിലും ലൈനൊക്കെ ഇട്ടത് കണ്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ അതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഉള്ളിലേക്ക് പോകുന്തോറും ഗ്രാമീണ ആ ഒരു കൺസെപ്റ്റിൽ എത്തിയിട്ടുണ്ട്. മാമ്പഴത്തോപ്പിന്റെ ഏരിയ എന്ന് പറഞ്ഞപ്പോൾ ഇത്രത്തോളം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേയില്ല. ഇപ്പോൾ നമ്മളൊരു മലപ്രദേശം പോലത്തെ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം എന്താ അവസ്ഥ എന്ന് മനസ്സിലാക്കാമല്ലോ. മലകളിൽ നിന്നൊക്കെ മണ്ണെടുത്തത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനായിരിക്കാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ പുരോഗമന റോഡുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. കൊള്ളാം, ഒരാളെയും കാണാനില്ല. പക്ക ശൂന്യമായ പ്രദേശം. ആന്ധ്രാപ്രദേശിന്റെ ഒരു പ്രത്യേകതയാണ് ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വീടുകൾ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. പിന്നീട് ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുക. വെള്ളമുള്ള പ്രദേശങ്ങളിൽ കൃഷിയിടങ്ങളൊക്കെ കാണാൻ സാധിക്കും. വെള്ളമില്ലാത്ത പ്രദേശങ്ങളിലും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അത് നശിച്ചു കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കാറ്. ചുറ്റുപാടും ചെറിയ ചെറിയ മാമ്പഴ തൈകളാണ് കാണാൻ സാധിക്കുന്നത്. 6 അടി പൊക്കത്തിലായിരിക്കാം ഇതിന്റെ ഉയരം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് ഈ റൂട്ടിലെ കാഴ്ച. ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലെ ചിറ്റൂരിൽ നിന്നും മദനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തേക്കായിട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. ഉൾപ്രദേശങ്ങളിലാണ് ഈ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടെ കുറച്ച് വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് വീടുകളില്ലെങ്കിലും 2-3 വീടുകളുള്ള ഒരു പ്രദേശം. വീണ്ടും ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇടത്തെ ഭാഗത്തായിട്ട് നെൽവയലുകൾ കാണാം. വലത്തെ ഭാഗത്തായിട്ട് മാമ്പഴത്തോപ്പുകളും കാണാം. കൊള്ളാം, നമ്മുടെ പാലക്കാട് വയനാട് ഉൾഗ്രാമങ്ങളിലൂടെ പോകുന്ന ആ ഒരു ഫീലിങ്സ് ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. കൂടുതലായിട്ടും തെങ്ങുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു ഫീലിങ്സ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ആമ്പൽത്തോട്ടം കാണാം. അതിൽ ആമ്പൽ പൂ വിരിഞ്ഞു നിൽക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്നും കുറച്ച് കുട്ടികൾ ആമ്പൽപ്പൂ പറിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ കണ്ടതാണ്. ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും പച്ച കലർന്ന ഒരു വെള്ളമാണ് കാണാൻ സാധിക്കുന്നത്. ബാക്കിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് മാമ്പഴ തോപ്പുകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താല്ലേ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ. ഒരു ഏരിയ മുഴുവനും ഇതുപോലത്തെ കൃഷിയിൽ ഏർപ്പെടുക എന്നുള്ളതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ്. പല ഏരിയയിലും പല കൃഷി രീതികൾ, പല കൃഷികൾ, ഒരുപാട് സന്തോഷമേകുന്ന കാഴ്ചകളാണ് മുന്നിലേക്ക് പോകുന്തോറും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ക്ഷീരകർഷകരെ കാണാം. നല്ല മനോഹരമായിട്ടുള്ള ഷെഡിലാണ് കന്നുകാലികൾ താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ഇത് തന്നെയാണ് കാഴ്ചകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താല്ലേ ഈ റൂട്ടിലെ വൈവിധ്യമായ കാഴ്ച. ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ല് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ മാമ്പഴ കാലമാണെങ്കിലോ ഇതിലും കൂടുതൽ രസകരമായിരിക്കുമല്ലോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ വെറും പച്ച കലർന്നൊരു പാടം.
എന്തായാലും ഈ ഒരു കാലം ആസ്വദിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഈ ഒരു പ്രദേശം നല്ല വെള്ള ലഭ്യതയുള്ള പ്രദേശമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെ നോക്കിയാലും പൈപ്പ് ലൈനുകൾ, കാര്യങ്ങൾ, വെള്ളം വന്ന് ചാടുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ പൊതുവെ വെള്ള ലഭ്യത കൂടിയ പ്രദേശമാണ് എന്ന് മുൻകാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത്. എവിടെ പോയാലും കൃഷിയിടങ്ങളാണല്ലോ കാണാൻ സാധിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സംസ്കാര രീതികളും ലൈഫ് സ്റ്റൈലുമാണ് ഇവർക്കുള്ളത്. കൃഷിയുമായി ബന്ധപ്പെട്ട ജീവിതമാണെങ്കിലും 2K പിള്ളേരെ ഒരുപാട് എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് വളർത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു അപ്ഡേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ള ആ ഒരു പച്ച കലർന്ന പൂക്കാലം വളരെയധികം രസകരമായിട്ടുണ്ട്. കുറച്ച് കല്ലുകൾ റോഡിൽ ഇങ്ങനെ വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ആ ഒരു പൂക്കൾ നിലത്തേക്ക് വീഴാതിരിക്കാനാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കൊള്ളാം. നമ്മുടെ യാത്ര കുറഞ്ഞ ദൂരങ്ങൾ കവർ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തേടിയിട്ടുള്ള യാത്രയാണ്. ഇന്ത്യ മുഴുക്കെ ഒന്ന് കാണണം, അതാണ് എൻ്റെ ആഗ്രഹം. ഓരോ ജില്ലയും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര കാലം പിടിച്ചാലും വേണ്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ പ്ലാൻ. ഇവിടെ ഇങ്ങനെ ഒരു പാലം കാണാം. ബൈപ്പാസ് റോഡ് പോകുന്നതിൻ്റെ പാലമാണ്. പുതിയ റോഡാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണികളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒരു ആമ്പൽക്കുളവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.